ആരൊക്കെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ? ആരാണ് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? ആരാണ് മുഖ്യമന്ത്രി? മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾ കൊടുക്കുമോ? എന്താണ് നിങ്ങൾ ചാണ്ടിയുമ്മനെ മന്ത്രിയാക്കാത്തത്? ആരൊക്കെയാണ് മന്ത്രിമാർ? മന്ത്രിമാർക്ക് വകുപ്പില്ലേ? നിങ്ങളുടെ വാഗ്ദാനങ്ങൾ എന്തായി? ആശമാർക്ക് 3000 രൂപയാണോ നിങ്ങൾ കൂട്ടിയത്? എല്ലാം പോട്ടെ, നിങ്ങൾ എന്തിനാണ് മോദിയെ കണ്ടത്? മുഖ്യൻ ചിരിക്കുന്നത് എന്തിനാണ്? ചിരിച്ചാൽ വികസനം വരുമോ? അധികാരത്തിലെത്തിയിട്ട് 10 ദിവസമായില്ലേ? കാട്ടാനയെ പിടിച്ചോ? ലഹരി മരുന്ന് പിടിച്ചോ? പെണ്ണുങ്ങളെ പറ്റിച്ചില്ലേ? ഓർഡിനറി ബസ്സിലാണോ ഫ്രീ യാത്ര? തൂഫാനോ? അതെന്ത് കുന്തം? മെഡിക്കൽ കോളേജിൽ മന്ത്രിസഭ വന്ന 2ാം നാൾ രോഗി മരിച്ചില്ലേ? ആരോഗ്യമന്ത്രി രാജിവെക്കുമോ? അയ്യോ, മുഖ്യൻ തുഷാറിനെ കണ്ടേ. അയ്യോ, ആഭ്യന്തരമന്ത്രി കൊച്ചുമോന്റെ സ്കൂളിൽ പോയേ. അയ്യോ, സണ്ണി ജോസഫ് അളിയന് ജോലി കൊടുത്തേ. അത് ശരിയാണോ? ചോദ്യങ്ങളുടെ പെരുമഴ തീർത്ത 2 മാസങ്ങൾ കടന്നു പോവുകയാണ്. എന്നിട്ടും ചോദ്യങ്ങൾക്ക് ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല. 10 കൊല്ലം ജനം നികുതി കൊടുക്കുന്ന പണവും കൊള്ളപ്പലിശക്കെടുത്ത പണവും ധൂർത്തടിച്ച് നടന്ന ഒരു സർക്കാരിനെ ജനം താഴെയിറക്കി 35-ൽ കൂട്ടിക്കെട്ടിയിട്ടും ഉളുപ്പില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷം. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഇവിടുത്തെ പ്രതിപക്ഷത്തോട്. ഒരു സിമ്പിൾ ചോദ്യം. ഇനി മുഖ്യന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, കെൻ ഐ ആസ്ക് യു എ സിമ്പിൾ ക്വസ്റ്റ്യൻ മിസ്റ്റർ പിണറായി വിജയൻ, ഓണറബിൾ ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള? ആരാണ് നിങ്ങളുടെ പ്രതിപക്ഷ ഉപനേതാവ്? ഹൂ ഈസ് യുവർ ഡെപ്യൂട്ടി ഒപ്പോസിഷൻ ലീഡർ? KN ബാലഗോപാലാണോ അതോ കെ രാജനോ? മെയ് 4-ന് ഫലം വന്നതല്ലേ സഖാവേ? ഇന്ന് തീയതി ജൂൺ മാസം 11 ആയിട്ടില്ലേ? പറയൂ, ആരാണ് ഉപപ്രതിപക്ഷ നേതാവ്? 35-ൽ നിങ്ങൾ 1 കുറച്ചാൽ 34-ൽ നിങ്ങളുടെ പ്രതിപക്ഷ ഉപനേതാവ് ആരാണ്? അറിയാൻ ആഗ്രഹമുണ്ട് സഖാവേ ഞങ്ങൾക്ക്. 35-ൽ 8 എണ്ണം കയ്യാലപ്പുറത്തെ തേങ്ങയാണെന്ന ഭരണപക്ഷത്തെ ഒരു മന്ത്രി തന്നെ ഇന്ന് പറയുമ്പോൾ പോകുമോ CPI മുന്നണി വിട്ട്? വലിയേട്ടൻ നിലപാട് മുറുകെ പിടിച്ചിരുന്നോളൂ. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നുണ്ടോ നേതാവ്? ഇല്ലെങ്കിൽ അറിയണം. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വലിയേട്ടൻ പാർട്ടിയായ CPIM മത്സരിച്ചത് 77 സീറ്റുകളിലും CPI മത്സരിച്ചത് 24 സീറ്റുകളിലുമാണ്. അതിൽ യഥാവിധി CPM 26 സീറ്റുകളിലും CPI 8 സീറ്റുകളിലുമായി ഒതുങ്ങിപ്പോയി. അതായത് CPM-ന് 33.7% ജയവും CPI-ക്ക് 33.3% ജയവും. തമ്മിലുള്ള വിജയ ശതമാന വ്യത്യാസം കേവലം 0.4%-ന്റേത് മാത്രമാണ്. ഇടതുപക്ഷത്തിന് ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത രീതിയിൽ അതിഭീകരമായ ഒരു പരാജയം സമ്മാനിച്ചത് മുന്നണിയെ നയിച്ച CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകളിലും ജനവിരുദ്ധമായ തീരുമാനങ്ങളിലും ഉണ്ടായ അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രമാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന പോലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ സ്വയം അവരോധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കാനാവില്ല എന്ന നിലപാടിലാണ് CPM ഉള്ളത്. നിരന്തരമായി മുന്നണിയിൽ അവഗണന നേരിടുന്ന CPI-ൽ അടികൾക്കിടയിൽ അസ്വസ്ഥതയും മുറുമുറുപ്പും വർദ്ധിക്കുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി മീറ്റിംഗുകളിൽ പങ്കെടുക്കില്ല എന്നാണ് CPI-യുടെ തീരുമാനമെങ്കിലും പരാജയത്തിന്റെ പടുകുഴിയിലാണെങ്കിൽ പോലും വലിയേട്ടൻ മനോഭാവം തുടരുന്ന CPM തങ്ങൾക്ക് ആ പദവി നൽകില്ല എന്ന ഉത്തമ ബോധ്യം CPI നേതൃത്വത്തിനുണ്ട്. എങ്കിലും ഞങ്ങളുടെ ആർജവം മരിച്ചിട്ടില്ല എന്നും വിപ്ലവ വീര്യം തകർന്നിട്ടില്ല എന്നും സ്വയം അണികളെയും സമൂഹത്തെയും ചില സമയങ്ങളിൽ സ്വന്തം ആത്മാഭിമാനത്തെയും ബോധിപ്പിക്കലാണ് ഇത്തരം പാഴ്ശ്രമങ്ങളിലൂടെ CPI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരാജിതരുടെ തമ്മിൽ തല്ല് മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയാവില്ലായിരിക്കും. എങ്കിലും ഞങ്ങൾ ഒന്നുകൂടി ചോദിച്ചു പോവുകയാണ് സഖാവേ, ആരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ്? KN ബാലഗോപാലോ അതോ കെ രാജനോ?